കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD എന്ന ഗ്രൂപ്പിലൂടെ ഞങ്ങളെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ ശ്രമിക്കുക എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത് കന്യകമാരും കാന്തയും ഒന്നല്ല രണ്ടാണ് എന്ന് തിരുവചനത്തിലൂടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ, ദൈവഹിതമായാൽ ഇതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുവാനും താല്പര്യപ്പെടുന്നുണ്ട്. സർവ്വസാധാരണ നമ്മൾ പെന്തക്കോസ്തുകാരായിരിക്കുന്ന എല്ലാവരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ള, ഞാനും പ്രസംഗിച്ചിട്ടുള്ള, എന്നെക്കടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, ഞാനും പ്രസംഗിച്ചിട്ടുള്ള ഒന്നാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഇപ്പം മീറ്റിംഗിലാണ്. ജോസ് ഫറീസ് പാസ്റ്റർ കടന്നു വന്നിരിക്കുന്നു. നമുക്ക് ചർച്ചയായിട്ട് വേണോ അതോ? ഇല്ല, പാസ്റ്റർ പ്രസംഗിച്ചത് ഞാൻ വിളിക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നതിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുക, എങ്കിലും കുഴപ്പമില്ല. ചർച്ചയായിട്ട് വേണമെങ്കിൽ ചർച്ചയായിട്ടും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തില. അപ്പൊ ഞാനുള്ള പ്രസംഗിക്കാം അല്ലേ? സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അത് ഈ 10 പേരും, എല്ലാവരും എന്ന് പറഞ്ഞാൽ 10 പേരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു, വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ആ പ്രയോഗങ്ങളൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രയോഗങ്ങളാ. കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ കൊണ്ട് ഉണർന്നിരിക്കും. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള തിരുവചനമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ പെന്തക്കോസ്തുകാര് ബഹുഭൂരിപക്ഷം, ഒരു 90% ആൾക്കാരും പഠിപ്പിക്കുന്നത് ഈ 10 കന്യകമാരിൽ 5 കന്യകമാര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, കാന്തയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാനും അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ കാലങ്ങൾ ചെല്ലുന്തോറും, കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം, നമ്മുടെ ഈ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിലൊക്കെ പഠിപ്പിച്ച പല ആശയങ്ങള് കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് മുഴുവൻ, അതിൽ നല്ലൊരു ഭാഗം തെറ്റായ, ബൈബിളിന് വിരുദ്ധമായിരുന്നു. അവരത് അറിയാതെ പറഞ്ഞതാണ്. അവരറിയാതെയും ആവേശത്തിലും പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. അപ്പൊ പഴയ കാലത്ത് നമ്മുടെ കേരളക്കരയിലെ പെന്തക്കോസ് പാസ്റ്റർമാര് പഠിപ്പിച്ചത് പലതും തെറ്റായിരുന്നു എന്ന് പഠിക്കുമ്പോൾ തന്നെ
അവരെ നമുക്ക് വിമർശിക്കാനായിട്ട് അവകാശമില്ല. കർത്താവിനോടുള്ള സ്നേഹ നിമിത്തവും കർത്താവിനെ സ്നേഹിച്ചു അന്ന് പണം നോക്കിയും ഒന്നും ഇറങ്ങിയവരല്ല അവര് വളരെ ത്യാഗത്തോടെ കർത്താവിനെ സ്നേഹിച്ച് ഇറങ്ങി വന്നവരാണ്. എന്നാൽ വേണ്ട രീതിയിൽ പരിശോധിക്കുവാനോ ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള ഒരു സാഹചര്യം അന്ന് ഇല്ലായിരുന്നു എന്നുള്ളതിനാൽ അവരുടെ ആ ബലഹീനതയെ കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് പഴയ കാലങ്ങളിൽ ഉള്ള ദൈവദാസന്മാരെ ഞാൻ വിമർശിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് അവരെ ഒരു ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയല്ല. എന്നാൽ അവരിൽ പലരും സംസാരിച്ചിട്ടുള്ള പല ആശയങ്ങളും തെറ്റായിരുന്നു എന്ന് ഞങ്ങള് ഈ ഗ്രൂപ്പിലൂടെ തിരുത്തുന്നുണ്ട്. ഈ ഗ്രൂപ്പിലൂടെ തിരുത്തുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം എടുത്തിരിക്കുന്നത്. ഇവിടെ സാധാരണ പഠിപ്പിക്കുന്നത് 10 കന്യകമാരിൽ 5 പേര് വിളക്കെടുത്ത 5 കന്യകമാര് ഇത് കർത്താവിന്റെ കാന്തയാണ്, കർത്താവിന്റെ മണവാട്ടിയാണ് എന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ വിളക്കെടുക്കുമ്പോൾ എണ്ണയും എടുക്കുക എന്നുള്ളത് അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് അവിടെ കൊടുക്കുന്നത് എന്നാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മിൽ പലരും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് തെറ്റായിട്ടുള്ളൊരാശയമാണ്. കാരണം പരിശുദ്ധാത്മാവാണ് ആ എണ്ണയെങ്കിൽ ഈ വിളക്ക് കത്തിച്ചപ്പോൾ 5 പേരുടെ വിളക്ക് തെളിഞ്ഞു, 5 പേർക്ക് സാധിച്ചില്ല. അവര് വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. അപ്പോൾ ഈ എണ്ണ വാങ്ങിക്കുവാൻ എണ്ണയുള്ളവരുടെ അടുക്കൽ ചെന്നപ്പോൾ, അല്ലെങ്കിൽ ഈ 5 പേരുടെ അടുക്കൽ ചെന്നപ്പോൾ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരും, അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങണം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കണം, അത് പരിശുദ്ധാത്മാവാണ്? പരിശുദ്ധാത്മാവ് വിലയ്ക്ക് വിൽക്കുന്നതാണോ, അല്ലെങ്കിൽ വിലയില്ലാതെ വിൽക്കുന്നതാണോ? അങ്ങോട്ട് ഓടിച്ചെന്നാൽ ഉടനെ വാങ്ങാനായിട്ട് പറ്റുന്ന ഒന്നാണോ പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ വാങ്ങുവാൻ പോകുമ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവരോട് കല്യാണ സദ്യക്ക് വന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. വാങ്ങാൻ പോയവര് വന്നു. അവർക്ക് വാങ്ങിയിട്ട് ഈ പരിശുദ്ധാത്മാവിനെ വില കൊടുത്ത് വാങ്ങിയിട്ട് കിട്ടിയോ കിട്ടിയില്ലയോ എന്നൊന്നും അവിടെ പറയുന്നില്ല. അപ്പൊ നമ്മള് ഇതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കണം, ചിന്തിച്ചു പഠിക്കണം. കന്യകമാര്, ദൈവസഭ ഒരിക്കലും കന്യകമാരെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. കർത്താവിന്റെ കാന്ത അല്ലെങ്കിൽ മണവാട്ടി കന്യകമാരെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതിനെക്കുറിച്ച് പിന്നാലെ ഞങ്ങൾ വിശദീകരിച്ചു കൊള്ളാം. ഇപ്പോൾ മുഖവരിയായി ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നു എന്നേ ഉള്ളൂ. ബൈബിളിൽ കർത്താവിന്റെ മണവാട്ടിയെ കന്യക എന്ന് പറയുന്ന ഒരു സ്ഥലവും ഞാൻ കണ്ടത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റെവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സ്നേഹിതര് എടുത്തു കാണിച്ചാൽ തിരുവചനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശ്വസിച്ചോളാം. ചിലപ്പോൾ ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ പഠനത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ നിങ്ങൾ അത് തിരുത്തിയാൽ ഞങ്ങൾ ആ തിരുത്തൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ JCNDSD ഗ്രൂപ്പ്. ഞങ്ങൾ പറയുന്ന ഓരോ ആശയങ്ങൾക്കും നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അതിനെ നിങ്ങൾ ചോദിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ തെറ്റുകൾ ഇന്നത് തെറ്റാണ് എന്ന് ഞങ്ങളെ അത് വ്യക്തമാക്കി തന്നാൽ ഞങ്ങളത് പൂർണ്ണമായിട്ട് ബൈബിൾ അടിസ്ഥാനത്തിൽ അംഗീകരിക്കും. ഞാൻ കൊരിന്ത്യർ ലേഖനത്തിലാണ് അത് കണ്ടിട്ടുള്ളത്. 2 കൊരിന്ത്യർ 11:2. അതിങ്ങനെയാണ്: ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി, അവിടെയും കന്യക എന്നാ പറഞ്ഞിരിക്കുന്നത്, കന്യകമാരെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന്റെ മണവാട്ടിയെ കുറിച്ച് കാന്ത എന്നും മണവാട്ടി എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കന്യകമാരെന്നുള്ള നമ്മുടെ പെന്തക്കോസുകാരിടയിലുള്ള, പെന്തക്കോസുകാർ മാത്രമല്ല ബ്രദറൻകാരും ഒക്കെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭയല്ല കന്യകമാർ. കന്യകമാർ എണ്ണയ്ക്ക് പോയി, വിലയ്ക്ക് പോയത്
അത് പരിശുദ്ധാത്മാവിനെ അല്ല സൂചിപ്പിക്കുന്നത്. പിന്നെ അതെന്താണെന്നൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവജനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയൂ. അതുകൊണ്ട് 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മണവാളന്റെ അവിടെ 25-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രയോഗം അവിടെയുണ്ട്. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം തന്നെയാണ്. ദൈവരാജ്യത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ആത്മീയമായിട്ടുള്ള അർത്ഥം. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, അത് പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. അത് പെന്തക്കോസ്ത് നാളിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യം ഇവിടെ വരും. അതാണ് യഹൂദന്മാരുടെ യഹൂദനോടുള്ള ബന്ധത്തിലാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം പറയുന്നത്. അപ്പോൾ യഹൂദന്മാര് പ്രതീക്ഷിക്കുന്ന മറ്റൊരു സംഗതി, കർത്താവെ നീ എപ്പോഴാണ് രാജ്യം യഥാസ്ഥാനത്താക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഏദൻ തോട്ടത്തിൽ നഷ്ടമായ 1000 ആണ്ട് അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്, ഒരു സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് യഹൂദന്മാരല്ല. ആ ഇത് മസിഹ വന്ന് അതിവിടെ സ്ഥാപിക്കുമെന്നും രാജ്യം സ്ഥാപിക്കുമെന്നും അവർക്കൊരു രാജാവുണ്ട്, അത് യഹോവ മാത്രമാണെന്നും യഹോവ ആ രാജ്യം ഇവിടെ സ്ഥാപിക്കുമെന്നും അവർ വിശ്വസിച്ചു. അതെന്താണെന്ന് പലപ്പോഴും കർത്താവിനോട് തന്റെ ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട്. അതിന് കർത്താവ് പല മറുപടികളും അടയാളങ്ങളും പറയുന്നതായിട്ടും വിശുദ്ധ ബൈബിൾ നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ 1000 ആണ്ട് വാഴ്ചയെ സംബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം, അത് ആരംഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവ സർവഭൂമിക്കും രാജാവാകുന്ന ആ പ്രത്യേക വചനം സക്കറിയ പ്രവചനത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അന്ന് അവന്റെ കാൽ യെരൂശലേമിന് എതിരെയുള്ള ഒലിവ് മലയിൽ നിൽക്കും. അവർ കുത്തിയ എങ്കലേക്ക് നോക്കും. യഹോവ പറയാ, കുത്തിയ എങ്കലേക്ക് നോക്കും എന്നാ പറയുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയുള്ള വരവാ? യേശു ക്രിസ്തു യെരൂശലേമിൽ രാജ്യം ഭരിക്കാൻ വേണ്ടി തന്റെ വരവിന്റെ സമയത്ത് ഇവിടെ യുദ്ധത്തിന്റെ പോർവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങൾ അവർക്ക് രക്ഷയില്ലാതെ അവരെ രക്ഷിപ്പാൻ മശിഹ വന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് വളരെ ആത്മാർത്ഥമായി കൊതിയോട് കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, നമുക്കറിയാം, അവർ ഗോത്രമായി, സ്ത്രീകൾ വെവ്വേറെ അവർ നിലവിളിച്ചു എന്നാണ് സക്കറിയ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ നിലവിളിയോട് ഹൃദയംഗമായി കാത്തിരിക്കുന്ന നിമിഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയുമായിട്ട് യെരൂശലേമിൽ വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാരെ നമുക്ക് അവിടെ കാണാം. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് പഠിക്കണം. കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കാൻ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളവരെല്ലാം പോകും. അതിന്റെ ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞ കന്യകമാരെ കുറിച്ച് പഠിക്കരുത്, അങ്ങനെ പഠിപ്പിക്കുകയും അരുത്. ഈ കന്യകമാരെ കുറിച്ച് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് പല ആശയങ്ങള്, പല വിധത്തിലുള്ള കന്യകമാരെ കുറിച്ച് പറയുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകം, നമുക്കറിയാം, നമ്മള് എല്ലാ ക്രൈസ്തവ സമൂഹവും കല്യാണ സമയത്ത് വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 45-ാം സങ്കീർത്തനം. ആ 45-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. ഈ അന്തഃപുരത്തിലെ രാജകുമാരി എന്ന് പറയുന്നത് കർത്താവിന്റെ സഭയെയാണെന്ന് എല്ലാ പെന്തക്കോസ്തുകാരും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സഭയെ രാജസന്നിധിയിൽ, ദൈവസന്നിധിയിൽ
വിവാഹത്തിന് വേണ്ടി ഒരുക്കി കൊണ്ടുവരുമ്പോൾ, വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ നിശ്ചയം കഴിഞ്ഞു, ഇനി വിവാഹം നടക്കണം. ആ വിവാഹത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു രംഗമാണ് സങ്കീർത്തനം 45-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. അതിന് 13, 14 വാക്യങ്ങൾ. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കണ്ടുള്ളത്. അവളെ ചിത്രത്തൈരുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും, അവിടെ കൊണ്ട് നമുക്ക് മനസ്സിലായി കന്യകമാരാരാണ്? ഈ രാജ്ഞിയുടെ തോഴിമാരാണ്. രാജ്ഞിയെ സഹായിക്കുന്ന, രാജ്ഞി പോകുമ്പോൾ രാജ്ഞിയുടെ കൂടെ പോകുന്ന തോഴിമാരെയാണ് ഇവിടെ അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കാന്തയെ, ദൈവത്തിന്റെ സഭയെ, അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്ന ദൈവത്തിന്റെ സഭയെ, സഭയ്ക്കൊരു കന്യകമാരുണ്ട്, തോഴിമാരുണ്ട്. ആ കന്യകമാരാരാണെന്ന് പഠിക്കണം. ദൈവഹിതമായ അടുത്ത ദിവസങ്ങൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വചനത്തിലൂടെ ചിന്തിക്കുവാൻ. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കന്യകമാരെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. ഇവിടെ ഒരു തെറ്റ് പ്രയോഗമുണ്ട്. അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന, ഇവിടെ 2 വ്യക്തികളെ സൂചിപ്പിക്കുന്ന പോലെ തോന്നും. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഹിസ് ഫാദേഴ്സ് നെയിം എന്ന് മാത്രമേ ഉള്ളൂ. പിതാവിന്റെ നാമം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈദികന്മാർ വീണ വീട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിന് 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി. ആരാ പുതിയ പാട്ട് പാടിയത്? 144,000 പേരാണ്. നമുക്കറിയാം, ബൈബിളിൽ 144,000 പേര് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് പഠിപ്പിക്കുന്നത്. അവർ പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്ക് അല്ലാതെ ആർക്കും അത് പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ 144,000 പേർക്ക് ആ പാട്ട് പഠിക്കാൻ കഴിഞ്ഞു, വേറെ ആർക്കും കഴിഞ്ഞില്ല. പിന്നെ പറയുന്ന വാക്യം ഇതാണ്, 4-ാം വാക്യം. അവർ കന്യകമാരാകയാൽ. ആരാ കന്യകമാര്? ഈ 144,000 പേര്. അത് ദൈവസഭയല്ല, അത് കന്യകയല്ല, അത് കാന്തയല്ല, അത് മണവാട്ടിയല്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. കുഞ്ഞാട് പോവുക എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ മണവാട്ടിയും അതിന്റെ കൂടെയുണ്ട്. അപ്പോൾ കുഞ്ഞാട് ഒറ്റയ്ക്കല്ല പോകുന്നത്. അപ്പോൾ അനുഗമിക്കുന്ന കുഞ്ഞാട് പോകുമ്പോൾ, അല്ലെങ്കിൽ സങ്കീർത്തനം 45:13 വായിച്ചതുപോലെ, അന്തഃപുരത്തില് ശോഭ പരിപൂർണമായി നിൽക്കുന്ന ആ കാന്ത പോകുമ്പോൾ അവളുടെ പിന്നാലെ പോകുന്ന തോഴിമാരായ കന്യകമാര്, ഇവിടെ കുഞ്ഞാട് പോകുമ്പോൾ അനുഗമിക്കുന്ന കന്യകമാര്, അത് 144,000 പേരാണ്. അത് മറ്റൊരു കന്യകമാരുടെ ഒരു കൂട്ടമാണ്. ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന അവസരത്തില് 5 വിധ കന്യകമാരെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒരുങ്ങിയിരിക്കുന്ന 5. ഇവിടെ അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ആ പ്രയോഗം വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് വെറുതെ എഴുതിയതല്ല. പരിശുദ്ധാത്മാവ് അതിനൊക്കെ വലിയ ഉദ്ദേശമുണ്ട്. ഈ ഒരു കന്യകയെ മലിനപ്പെടുത്തുന്നത് സ്ത്രീയാണോ പുരുഷനാണോ? അത് പുരുഷനല്ലേ മലിനപ്പെടുത്തുന്നത്. പുരുഷനുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണല്ലോ മലിനത സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന പ്രയോഗം എങ്ങനെയാ? അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ.
സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. മർമ്മം മഹതിയാം ബാബിലോൺ, മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ്. അവളുടെ മാതാവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. മാതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ പറഞ്ഞതല്ല. അവക്ക് ഒത്തിരി പുത്രിമാരുണ്ട്. അതിൽ പെന്തക്കോസുകാരും പെടും. പെന്തക്കോസുകാരിൽ ഈ 17-ാം അധ്യായത്തിൽ പറയുന്ന ആ സ്ത്രീയാകുന്ന കത്തോലിക്ക സഭയുടെ ഉപദേശം പിടിച്ചിരിക്കുന്ന, ആ ഉപദേശത്തിന്റെ അല്പമെങ്കിലും, അതാണ് നിർമ്മല കന്യക എന്നാ പറഞ്ഞിരിക്കുന്നത്. നിർമ്മല കന്യക അല്ലാത്തവരെല്ലാം കത്തോലിക്ക കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ ഉപദേശം കൂടെ പിടിച്ച് അത് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. അത് വിട്ടുകളഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 144,000 പേരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 1000 അല്ലെങ്കിൽ 7 വർഷക്കാലം ഇവിടെയുള്ള എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിലൂടെ വിഗ്രഹങ്ങളെ ആരാധിക്കാത്ത, അതിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരും കന്യകമാരാണ്. കർത്താവിന്റെ കാന്തയാകുന്ന മണവാട്ടിയല്ല. ഞാനിവിടെ പറയുന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ അത് കേട്ടതിന് ശേഷം ഏതെങ്കിലും വിധത്തിലുള്ള നിങ്ങളുടെ എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ സൗമ്യമായിട്ടുള്ള എതിർപ്പുകൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നൽകിയാൽ അതിന് ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഒരു കന്യകമാരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാനിപ്പോൾ മുഖവരയായി ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ മറ്റുള്ള വിശദീകരണത്തിലേക്ക് അടുത്ത ദിവസങ്ങൾ കർത്താവ് അനുവദിച്ചാൽ കടന്നു വരുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 21:9 പറയുമ്പോൾ, വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി, കുഞ്ഞാടിന്റെ കാന്തയ്ക്ക് മണവാട്ടി എന്നുള്ള പ്രയോഗവും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. ആത്മവിവശത എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദൈവത്തിന്റെ കാന്തയെ ഗ്രഹിക്കണമെങ്കിൽ അത് ആത്മാവിൽ മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതുതന്നെ ഉയർന്ന വൻമലയിൽ നമ്മൾ ദൈവത്തിന്റെ സഭ എന്നുള്ള നിലയിൽ നമ്മൾ ഉയർന്ന ചിന്താഗതിയുള്ളവരായി, ഉന്നത നിലവാരമുള്ളവരായി നമ്മൾ മാറണം. ആത്മീയമായിട്ട് ഒരു ഉന്നത നിലയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? കാന്തയെ വെളിപ്പെടുവാൻ, കാന്തയെ കാണുവാൻ. എങ്കിലേ കാന്തയെ വെളിപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അക്ഷരം മാത്രം കണ്ട് അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരായി മാറുവാനിടയായിത്തീരും. അവിടെ പറയുന്നു, യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസനയിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നതായി കാണിച്ചു തന്നു. വരിക എവിടെ? ആത്മവിവശതയിൽ, ആത്മാവിൽ ഉയർന്ന വൻമലയിൽ കൊണ്ടുപോയി. എന്ത് കാണിച്ചു തരാം? കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ഞാനിവിടെ പറഞ്ഞു വരുന്നതിന്റെ സാരം, പ്രിയ സ്നേഹിതരെ, കുഞ്ഞാടിന്റെ കാന്ത ആയ മണവാട്ടിയല്ല, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്ന കന്യകമാര്. അതിനെ രണ്ടിനെയും കൂടെ കൂട്ടി, ദൈവത്തിന്റെ കാന്തയായ മണവാട്ടിയെയും ഈ 5 കന്യകമാരെയും കൂട്ടി നിങ്ങൾ ഇനി പഠിപ്പിക്കരുത്. അത് തെറ്റായ സന്ദേശമാണ്. കന്യകമാരെന്ന് പറയുന്ന മറ്റൊരു തെളിവ് ഞാൻ സങ്കീർത്തന പുസ്തകത്തിൽ ഞാൻ എടുത്തു വന്നു. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവൾക്ക് ചിത്രത്തെയുള്ള വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. അവളുടെ കന്യകമാരായ തോഴിമാരും ആ തോഴിമാരും അവരുടെ കൂടെ കാണുമെന്നാണ്. അപ്പൊ കന്യകമാരെന്ന് പറഞ്ഞാൽ ഈ തോഴിമാരാണ്. മറ്റൊരു ഭാഗത്ത് കന്യകമാരെന്ന് പറയുന്നത് 144,000 പേരാണ്. ഇവരെ ഒന്നും കാന്തയെന്നോ മണവാട്ടിയെന്നോ പറയുന്നില്ല. അപ്പൊ കാന്തയും കന്യകമാരും രണ്ടാണ് എന്ന് മാത്രം പറഞ്ഞ് എൻ്റെ ആ വാക്കിൽ നിന്ന് ഞാനിവിടെ വിരമിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചില ഭാഗങ്ങൾ സൂചിപ്പിക്കുവാനുണ്ടെങ്കിൽ പ്രിയ ജോസ് ഫറീസ് വാഷ് ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും.
Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ മത്തായി സുവിശേഷം 24-ലും 25-ലുമുള്ള പല കാര്യങ്ങളും ഇപ്പോഴും പെന്തക്കോസ്ത് ഗോളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ തെറ്റായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പഴയ വീഡിയോകൾ പരിശോധിച്ച് കാണാൻ സാധിക്കും. ഇവരെല്ലാം ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പുള്ള ബൈബിൾ ഇന്റർപ്രിട്ടേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് ആണെങ്കിലും ഈ 10 കന്യകമാരെ സംബന്ധിച്ചാണെങ്കിലും യഹൂദ പശ്ചാത്തലത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട കാര്യങ്ങളെയൊക്കെ സഭയുടേതായ ഭാഗമാക്കി ചേർക്കാനുള്ള ഒരു പ്രവണത പെന്തക്കോസ്തുകാരുടെ ഉണ്ട്. ഇത് കാലാകാലങ്ങളായി അവർ പഠിപ്പിച്ചു വരുന്ന ഒരു കാര്യമായതുകൊണ്ട് അവരെ തിരുത്തി കൊണ്ടുപോവുക എന്നുള്ളത് തീരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം അവരുടെ ഒരു തലമുറ ഒരു മുതിർന്ന തലമുറയാണ്. അവര് ഇന്നുവരെ പഠിച്ചു വെച്ചിട്ടുള്ള അവര് പഠിച്ചിട്ടുള്ളതും അവർ പഠിപ്പിച്ചു പോയതുമായ കാര്യങ്ങളെ തിരുത്താൻ അവർക്ക് പ്രയാസമുണ്ട്. അല്ലെങ്കിൽ തിരുത്താനുള്ള ധൈര്യം അവർ കാണിക്കണം. പൗലോസിനെ പോലെ ഒരു കാലഘട്ടത്തിൽ യഹൂദ മതത്തിന് വേണ്ടി അതിശക്തിയുക്തം ന്യായപ്രമാണത്തിന് വേണ്ടി നിന്നിട്ട് ഒരു ദൈവിക ദർശനത്തോടു കൂടി അതെല്ലാം ചവറന്ന് എണ്ണിയിട്ട് ന്യായപ്രമാണത്തിൽ മാറ്റിയിട്ട് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ മാറ്റിയിട്ട് ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ താൻ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളതൊക്കെ തിരസ്കരിച്ചിട്ട് വെളിപ്പാടിനാൽ ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു മനോഭാവം എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പെന്തക്കോസ്തലെ പ്രമാണം മുറുകെ പിടിച്ച് നടക്കുന്ന പഴയ കാലഘട്ടത്തിൽ പഴയ തലമുറയിലുള്ള അച്ചായന്മാർ പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ അവരുടെ സഭയുടെ പ്രമാണങ്ങൾക്കോ കഴിയുന്നതല്ല. അവിടെയാണ് JCNDSD കാലാനുസൃതമായി ദൈവജനത്തെ പഠിപ്പിക്കുന്നത്. ഇന്നും കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് മിക്സ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു പ്രവണത പെന്തക്കോസ്തുകാരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ ജോയ് ഫാസ്റ്റർ ആമുഖമായിട്ട് ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തിൽ ഞാനും ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് മത്തായി സുവിശേഷം 24-ൽ ഉള്ള ചില സംഭവങ്ങളെയും ലൂക്കോസിന്റെ 21-ലെ ചില സംഭവങ്ങളെയും പെന്തക്കോസ്തൽ രീതിയിൽ മാറ്റി പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഈ 25-ലെ പറയുന്ന കന്യകമാർ ഒരിക്കലും ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടി അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരിയായ വസ്തുത. അപ്പം അതുകൊണ്ട് ഇത് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഏത് ജെനുവിൻ സംശയങ്ങൾക്കും തിരുവെഴുത്തുകൾ പ്രകാരം മറുപടി പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. മാത്രമല്ല ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ളൊരു പിടിവാശിയും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യത്തിൽ പിടിവാശിയുണ്ട്. പറയുന്ന കാര്യങ്ങൾ തിരുവെഴുത്തുകൾ പ്രകാരം തെളിയിക്കപ്പെട്ടിരിക്കണം. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ ആധികാരികമായ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. നമുക്കറിയാം ക്രിസ്ത്യാനിക്ക് ഇത് കൂടാതെ മറ്റ് മുസ്ലിങ്ങൾക്കുള്ളതുപോലെ പിന്നെ പ്രവാചകന്റെ ദിനചര്യയും പിന്നെ എന്താ പറയുക ഹദീസുകളും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് ആകെപ്പാടെ ഈ 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 66 പുസ്തകങ്ങൾ ആധികാരികമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഇണവാക്യങ്ങളാൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ള അഭിപ്രായം തെറ്റാണെങ്കിൽ അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അങ്ങനെ തെളിയിക്കുന്ന പക്ഷം പരസ്യമായി അത് ഞങ്ങൾക്ക് തിരുവെഴുത്തുകളാൽ ബോധ്യപ്പെടുത്താൻ കഴിയപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ തിരുത്തുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം തെറ്റ് പറയുകയും തെറ്റ് പഠിപ്പിക്കുകയും ചെയ്യണമെന്ന ഉദ്ദേശമൊന്നും JCNDSD പ്രവർത്തകരായി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. കർത്താവിന്റെ ദാസൻ വളരെ സ്പഷ്ടമായിട്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഈ CPM-കാരും ഒപ്പം യഹോവയുടെ സാക്ഷികളും അവരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിനൊന്നും തിരുവെഴുത്തുകൾ പ്രകാരമുള്ള അടിസ്ഥാനം എവിടെയുമില്ല. അത് കൃത്യമായിട്ട്
ഒരു ഗോത്രത്തിൽ ഏതൊക്കെ ഗോത്രത്തിന്റെ പേര് സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് 12 ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നെറ്റിയിലെ മുദ്ര എന്താണെന്നും തെളിയിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ KJV-യിലും NKJV-യിലും വളരെ വ്യക്തമായിട്ട് അത് പിതാവിന്റെ നാമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് വേർഷനുകളിൽ പിതാവിന്റെ നാമവും പുത്രന്റെ നാമവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ നാമം തന്നെയാണ് പുത്രന്റെ നാമം. പിതാവ് രക്ഷിതാവായി വന്നപ്പോൾ എടുത്തതാണ് യശുവ എന്നുള്ള നാമം. അപ്പൊ ആ യശുവ എന്ന നാമം ധരിപ്പിച്ചാലും അത് പിതാവിന്റെ നാമമാണ്. അതൊപ്പം പുത്രൻ എന്നുള്ള പദവിയിൽ ദൈവം സ്വീകരിച്ച നാമവുമാണ്. പിന്നെ സഭകൾ മലിനപ്പെടുന്നത് വെളിപ്പാട് പുസ്തകം 17 പറയുന്ന വേശ്യമാരും അവളുടെ മാതാവും എന്നുള്ള തലത്തിലാണ്. അതായത് ദുരുപദേശം പ്രചരിപ്പിക്കുന്ന വിശ്വാസ പ്രമാണത്തെ തുടക്കം നമ്മൾ പരിശോധിച്ചാൽ അത് റോമിൽ നിന്നും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ഉളവായ ഒരു ദുരുപദേശമാണ്. ആ ദുരുപദേശമാണ് ട്രിനിറ്റി എന്നുള്ളതും യേശുക്രിസ്തുവിന്റെ നാമത്തിന് പകരമായി സ്ഥാനനാമങ്ങളിലുള്ള ബാപ്റ്റിസവും. ഈ 2 അടിസ്ഥാന ഉപദേശങ്ങളും മുറുകെ പിടിക്കുന്ന സഭകളാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ളത്. ഇത്തരം സഭകളുമായിട്ട് മാലിന്യപ്പെടാത്തവരാണ് യഹൂദന്മാർ. നമുക്കറിയാം, അവർ ഈ ഉപദേശം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഇത്രയുമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റൊന്നും ഇല്ല എങ്കിൽ ഇത് ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.